അതേപോലെയാണ് എന്നെ ആദ്യം ബ്ലോഗ് ചെയ്യുന്ന സ്റ്റീഫൻ ദേവസ്യ. എന്നെ ആദ്യം ഒന്നുമല്ലായിരുന്ന സമയത്ത് എന്നെ ഫസ്റ്റ് ബ്ലോഗ് ചെയ്യുന്നത് സ്റ്റീഫൻ ദേവസ്യ. എൻ്റെ ഫുഡ് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ട് ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന സ്റ്റീഫൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ നമുക്കൊരു വീഡിയോ ചെയ്യണം. ഞാൻ സ്റ്റീഫൻ ആരെയും ബ്ലോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അന്ന് ഐ എം ടോക്കിംഗ് അബൌട്ട് ഓൾമോസ്റ്റ് ഇപ്പം 10 ഇയേഴ്സായി. അന്ന് എനിക്ക് 36,000 വ്യൂസൊക്കെ തന്നെ എന്നെ ബ്രാൻഡാക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് സ്റ്റീഫൻ. അത് എന്നും എനിക്ക് ആ കേർട്ടസി പുള്ളിയോട് ഉണ്ടാകും. അന്ന് നമ്മളങ്ങനെ വലിയൊരു അറിയപ്പെടുന്ന വ്യക്തിത്വം ഒന്നുമല്ല. എല്ലാം ഫുഡാണ്. പുള്ളി തിരിച്ചു വരുമ്പം വന്ന് നിന്ന് എൻ്റെ ഫുഡ് കഴിച്ച് വീഡിയോ ഉണ്ടാക്കി പുള്ളി തന്നെ പോസ്റ്റ് ചെയ്ത് പുള്ളിയുടെ പേജിൽ പോസ്റ്റ് ചെയ്ത്. അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം പോലും ഇല്ല ആക്ച്വലി. അപ്പം അങ്ങനത്തെ ഒരു സമയം ഇതെല്ലാം ഈ ഫുഡിനെ ബേസ് ചെയ്തിട്ടുണ്ടായതാണ്. ഷെഫിന് ഏറ്റവും പ്രിയപ്പെട്ടത് എനിക്ക് എൻ്റെ ചമ്മന്തിയാണ്. എനിക്ക് ചമ്മന്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ 108ഓളം ചമ്മന്തികളെ ഞാൻ ചെയ്യാം. ഏറ്റവും പ്രിയപ്പെട്ട ചമ്മന്തികളിൽ ഒന്നാണിത്. കാന്താരി, പച്ചമാങ്ങയും കരിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അരയ്ക്കുന്ന ചമ്മന്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതാണൊക്കെ മുട്ട പൊള്ളിച്ചതെന്ന് പറയും. മുട്ട പൊള്ളിച്ചത് അത് നല്ല ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് തേങ്ങാപ്പീരയും വറ്റൽ മുളകും അതേപോലെ കരിവേപ്പിലയും പച്ചമുളകും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ലേശം തേങ്ങാപ്പാലോ ഇല്ലെങ്കിൽ പശുവും പാലോ ചേർത്ത് മുട്ടയ്ക്കകത്ത് അടിച്ചിട്ട് വാഴയിലക്കകത്ത് ഒഴിച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് പൊള്ളിക്കും. നല്ല ഫ്ലഫി ആയിട്ടിരിക്കും, ഭയങ്കര ടേസ്റ്റാണ്. അതാണ് ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ചെയ്തു കൊടുത്തത്. പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ കെ നായർ സാറുണ്ട്. കെ നായർ സാർ എന്ന് പറയുന്നത് ക്വീൻ എലിസബത്തിന് ഫുഡ് ചെയ്തു കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡ് വാങ്ങിച്ച ഒരേ ഒരു ഷെഫാണ് ക്വീൻ എലിസബത്ത്. പുള്ളി എൻ്റെ ലൈഫിൽ ഞാൻ മീറ്റ് ചെയ്യേണ്ട ഒരു അവസരം വന്നായിരുന്നു. ഇന്ന് എൻ്റെ മെൻറ്ററാണ് പുള്ളി. എൻ്റെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ താജിൻ്റെ റിട്ടയർഡ് എക്സിക്യൂട്ടീവ് ഷെഫാണ്. അതേപോലെ തന്നെ ക്വീൻ എലിസബത്തിന് ഫുഡ് വെച്ച് കൊടുത്ത് ക്വീൻ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത ഷെഫാണ്. പുള്ളിക്ക് ഫുഡ് വെച്ച് കൊടുത്ത് അതിൻ്റെ ഒരു അപ്രിസിയേഷൻ കിട്ടിയത് എൻ്റെ ലൈഫിലൊരു വലിയ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ അങ്ങനെ വളരെ അപൂർവം വ്യക്തിത്വങ്ങൾക്ക് ആണ് ഈ ഒരു നമുക്കൊരു ദൈവീകത ഫീൽ ചെയ്യും, നമുക്കൊരു അനുഗ്രഹം കിട്ടുമെന്ന് പറയണം. അപ്പോൾ നേരത്തെ ബ്രദർ പറഞ്ഞ കണക്ക് ഞാൻ വാരിക്കൊടുക്കുന്ന വീഡിയോസ് ഒരുപാടുണ്ട്, വളരെ അപൂർവം. അത് നമുക്ക് വളരെ സ്നേഹബന്ധത്തിലുള്ള ആൾക്കാരാണ്. എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്തിട്ടുണ്ട് പല സെലിബ്രിറ്റികളും, ഷെഫ് ഒന്ന് വാരിത്തരാവും. അത് വേറൊന്നുമല്ല, നമ്മളുടെ അമ്മയുടെയും നമ്മുടെ അച്ഛൻ്റെയൊക്കെ വാത്സല്യത്തിനെ തോൽപ്പിക്കാൻ വേറൊന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്മയുടെ ഒരു സ്നേഹം മിസ് ചെയ്തെടുത്തെന്നാണ്. 20 വർഷത്തോളമായി ഗീതാമ്മ മരിച്ചിട്ട്. അപ്പം ഗീതാമ്മ ഞാൻ ഇരുത്തിയിട്ട് ചട്ടിക്കകത്ത് ചോറൊക്കെ ഇട്ട് വരവി വാരിത്തരും. അതിപ്പോൾ എൻ്റെ വൈഫിനും വാരി കൊടുക്കുമായിരുന്നു. അതിന് പ്രത്യേക സ്നേഹവും പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ്. ഞാനത് മിസ് ചെയ്തത് എനിക്കറിയാം ആ ടേസ്റ്റ് എന്താണെന്ന്, അത് ഏതൊക്കെ ബ്ലെൻഡ് ചെയ്താലാണ് കിട്ടുന്നതെന്നറിയും. അപ്പോൾ എൻ്റെ സൗഹൃദത്തിലുള്ള വ്യക്തിത്വങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിത് എങ്ങനെയൊക്കെ കഴിച്ചാലും ഞാൻ വാരിത്തരുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. നമ്മളെ കാരണവന്മാരിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഓരോ ഡിഷ് ഉണ്ടാക്കി കൊടുക്കുന്നത് കൂടാണ്ട് അതെങ്ങനെ ബ്ലെൻഡ്. ഇപ്പം പരിപ്പും പോത്തിറച്ചി, ചോറും പരിപ്പും പോത്തിറച്ചി ഒരു കോമ്പിനേഷനാണ്, ആർക്കും അറിയത്തില്ല വലുതായിട്ട്. ഇല്ലെങ്കിൽ ചോറും പരിപ്പും നാടൻ കോഴിക്കറി, വറുത്തരച്ച കോഴിക്കറി. ഈ കോഴി വറുത്തരയ്ക്കുന്നതിന് മുമ്പ് ഈ നാടൻ കോഴി ഒന്ന് തേങ്ങാപ്പാലിൽ അവിച്ചതിന് ശേഷം ഉണക്കത്തേങ്ങ ഉണക്കത്തേങ്ങ തന്നെയാണ്. പലർക്കും അതറിയില്ല. വെടലത്തേങ്ങ എടുത്തിട്ട് കാര്യമില്ല. പലർക്കും വറുത്തരച്ച കോഴിക്കറി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിനകത്തെല്ലാം ഈ കാൽക്കുലേഷനുണ്ട്. ഈ കൊട്ടത്തേങ്ങ ഇല്ലെങ്കിൽ ഉണക്കത്തേങ്ങ ആയിരിക്കണം. അപ്പോൾ ആ തേങ്ങയ്ക്കകത്തുനിന്ന് തന്നെ എണ്ണ തെളിയും. അപ്പോൾ പലരെയും ഒരു തെറ്റിദ്ധാരണ, ഇപ്പോൾ എണ്ണയൊക്കെ കാണുമ്പോഴോ നെയ്യൊക്കെ കാണുമ്പോഴോ ഒന്നുമല്ല. അമിതമായാൽ അമൃതവും വിഷം എന്നാണ്. ഏതൊന്നും വിധത്തിൽ നമുക്കാവാം. അപ്പോൾ ഏതൊന്നും അമിതമായാലേ ഉള്ളൂ പോയ്സണസ് ആവുന്നത്. ബാക്കിയൊക്കെ ഫിൽട്ടർ ചെയ്യാനൊക്കെ നമ്മളെ ലിവർ ഭയങ്കര മിടുക്കനാണ്. അപ്പം പലരും എൻ്റെ പണ്ടത്തെ കാലം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എൻ്റെ കരളയെന്നാണ് വിളിക്കുന്നത് അല്ലേ. ഇന്നാണ് ഹാർട്ടൊക്കെ കാണിക്കുന്നത്. ബേസിക്കലി ഹാർട്ടൊന്നുമല്ല കരളിൻ്റെ മുമ്പിൽ. 24 മണിക്കൂറും നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും വൃത്തിയാക്കി വെടിപ്പാക്കി കഷ്ടപ്പെട്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ടോക്സിൻസും എടുത്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒന്നാണ് കരൾ. അത് തിരിച്ചറിഞ്ഞ മലയാളി നമ്മളെല്ലാവരെയും വിളിച്ചിരുന്നത് എൻ്റെ കരളയെന്നായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലും നമ്മളുടെ ശാസ്ത്രീയപരമായ വിളിയായിരുന്നു അല്ലേ. അപ്പം നമ്മളെ ഗട്ട്സിനെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം താങ്കൾ ഒരു ഫൈറ്റിന് പോകുമ്പോഴോ ഇല്ല, ഡു യു ഹാവ് ദ ഗട്ട് ഫീലിംഗ് ടു ഡു ഇറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഡു യു ഹാവ് ദ ഇൻ്റലിജൻസ് എന്ന് ചോദിക്കില്ല. ഗട്ട്സ് ഉണ്ടെങ്കിൽ തുടരാൻ തന്നെ എന്നാണ് ചോദിക്കുന്നത്. ഈ ഗട്ട്സ് എന്തോ ഗട്ട് ഇൻ്റലിജൻസ്, ഗട്ട്സ് അതാണ് ഗട്ട്സ്. അപ്പോൾ ആ ഗട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗട്ടിനെ നമ്മൾ എലിവേറ്റ് ചെയ്യുന്ന എൻലൈറ്റൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഫുഡ് രീതി. പിന്നെ ഏതൊരു കാര്യവും അമിതമായി, ഇപ്പോൾ ഷുഗർ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്മോക്കിങ്ങിൽ മരിച്ച ആൾക്കാരേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക്കിൽ മരിച്ച ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ സ്ക്രീനിൽ ഷുഗർ ഇസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എഴുതി കളയും, മനസ്സിലാവുന്നത്. അപ്പം ഇതെല്ലാം ഒരു തോട്ട് പ്രോസസ്സാണ്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ആറ്റിറ്റ്യൂഡിൽ
ഇപ്പോൾ പല ഇൻഡസ്ട്രിയും അഡ്വർടൈസ്മെൻറ്റിന് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇൻട്രസ്റ്റ് സേവ് ചെയ്യാനേ ഇപ്പോൾ ഇവിടുത്തെ പല ഫിസി ഡ്രിങ്ക് ഇല്ലേ, പേര് ഞാൻ പറയുന്നില്ല, സിംഗപ്പൂരിനെക്കാട്ടിയും 5-10% ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്. ആ ഷുഗർ കണ്ടൻറ്റ് കുറഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ഹെവി ബ്രാൻഡ് കമ്പനികൾക്ക് സിംഗപ്പൂരിൽ ലൈസൻസ് കിട്ടും. കാരണം സിംഗപ്പൂരിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ സിംഗപ്പൂരിലെ പൊളിറ്റിക്കൽ നേതാക്കന്മാർക്ക് അവരുടെ സിറ്റിസൺസിനോടുള്ള ധാർമ്മിക ഉത്തരവാദിത്തമാണ് അവിടെ കാണുന്നത്.